ജയിൽ ചാട്ടങ്ങളുടെ വീരകഥാഖ്യാനങ്ങൾക്ക് വെള്ളിത്തിരയിൽ പഞ്ഞമില്ല. സീരീസായും സിനിമയായും പ്രിസൺ ബ്രേക്ക് ഇനത്തിൽ നിരവധി സൃഷ്ടികളാണ് പ്രേക്ഷകരുടെ മുന്നിലുള്ളത്. ഭാവനയിൽ വിരിയിച്ചിരിക്കുന്ന അത്തരം രചനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി 2020 ഫ്രാൻസിസ് അനാൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് എസ്കേപ്പ് ഫ്രം പ്രിട്ടോറിയ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ കരസ്ഥമാക്കാൻ ക്ഷമയുടെയും പരീക്ഷണത്തിന്റെയും ബൗദ്ധിക വ്യായാമത്തിന്റെയും ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ അതിജീവിച്ച 3 യുവാക്കളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ 1979 കാലത്ത് വർണ്ണവിവേചനത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലെ മുന്നണി പോരാളികളായിരുന്ന ടിം ജെൻകിൻ, സ്റ്റീഫൻ ലീ എന്നിവരെ പ്രിട്ടോറിയ ജയിലിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ഒരാളായ ടിം ജെൻകിൻ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ 2003 ഇൻസൈഡ് ഔട്ട് എസ്കേപ്പ് ഫ്രം പ്രിട്ടോറിയ പ്രിസൺ എന്ന പേരിൽ പുസ്തകമാക്കി. ഇതിന്റെ ദൃശ്യാവിഷ്കാരമാണ് എസ്കേപ്പ് ഫ്രം പ്രിട്ടോറിയ എന്ന സിനിമ. അസാധാരണമായി ഒന്നുമില്ലെന്ന് തോന്നുന്ന ഒരു കഥാതന്തുവിനെ ഗംഭീര ദൃശ്യാനുഭവമാക്കി മാറ്റി പണിത ചലച്ചിത്രാനുഭവമാണിത്. തുടക്കം മുതൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന അവതരണമാണ് ചിത്രത്തിലുടനീളം. ടിം ജെൻകിൻ, സ്റ്റീഫൻ ലീ എന്നിവരെ കൂടാതെ ജയിലിൽ അവർ പരിചയപ്പെടുന്ന ലേണാർഡ് ഫോ സൈനോ എന്ന തടവുപുള്ളിയും പിന്നീട് സംഘത്തിന്റെ ഭാഗമാവുകയാണ്. തികച്ചും അപ്രായോഗികമെന്ന് നാം കരുതുന്നതും പരാജയപ്പെടാൻ സാധ്യത ഏറെ ഉള്ളതുമായ മാർഗമാണ് ജയിലിൽ നിന്ന് പുറത്തുകടക്കാൻ അവർ തിരഞ്ഞെടുക്കും. കനത്ത മാനസിക സംഘർഷങ്ങൾക്കിടയിലും സ്വാതന്ത്ര്യ പുലരിയിലേക്കുള്ള പ്രതീക്ഷയാണ് ഈ മൂവർ സംഘത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് കാണാം. ഒന്ന് പിഴച്ചാൽ ജീവൻ നഷ്ടമാകുമെന്ന് ഉറപ്പുള്ള ഒരു ഡെഡ് ഗെയിമാണ് ഇവർ കളിക്കുന്നത്. കനത്ത മതിൽക്കെട്ടുകളും 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന കാവൽ കണ്ണുകൾക്കിടയിൽ നിന്ന് ഇവർ പുറം ലോകത്തെത്തുമോ? കണ്ടു തന്നെ അറിയണം ഈ സിനിമ. ഹാരി പോട്ടറിലൂടെ പ്രശസ്തനായ ഡാനിയൽ റാഡ്ക്ലിഫാണ് നായകനായി എത്തുന്നത്. കൂടാതെ ഡാനിയൽ വെബർ, ഇയാൻ ഹർട്ട്, മാർക്ക് ലിയനാർഡ് വിന്റർ എന്നിവരും പ്രധാന വേഷങ്ങളിലും.